നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ ആൾക്കൂട്ടക്കൊലയിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ്. 2 പേർ കൂടി നിരീക്ഷണത്തിൽ. പ്രതികൾക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. അരുണാചലിലെ കൂട്ടമരണം അന്ധവിശ്വാസത്തെ തുടർന്നെന്നതിന് കൂടുതൽ തെളിവുകൾ. നവീന്റെ കാറിൽ നിന്ന് കത്തികളും അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങളും കണ്ടെടുത്തു. തെളിവുകൾ ലഭിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിൽ നിന്ന്. ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് മെയിൽ അയച്ചത് നവീനെന്നും സൂചന. ആലപ്പുഴ പുറക്കാട് വാഹനാപകടത്തിൽ അച്ഛനും മകനും മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. അപകടം ടോറസ് ബൈക്കിലിടിച്ച്. കണ്ണൂർ കോഴിക്കോട് ജില്ലാ അതിർത്തികളിൽ സംയുക്ത പരിശോധന. നടപടി പാനൂരിലെ ബോംബ് നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇടുക്കിയിൽ കൊക്കോ വില സർവകാല റെക്കോർഡിൽ. പ്രതീക്ഷയോടെ കർഷകർ. സകലമാന കേരളത്തിലേക്ക് വിശദമായി നോക്കാം. മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട മർദ്ദനത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. 2 പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികളായ 3 പേരും അന്ധവിശ്വാസത്തെ പിന്തുടർന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു. ഡോൺ ബോസ്കോ എന്ന ഐഡിയിൽ നിന്നും ആര്യയ്ക്ക് വന്ന മെയിൽ പരാമർശിക്കുന്ന ക്രിസ്റ്റലുകളും ചിത്രങ്ങളും നവീന്റെ കാറിൽ നിന്ന് കണ്ടെടുത്തു. അരുണാചൽ യാത്രയ്ക്ക് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിലാണ് തെളിവുകൾ കണ്ടെത്തിയത്. കണ്ണൂർ പാനൂരിൽ നിന്ന് ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് കോഴിക്കോട് കണ്ണൂർ ജില്ലാ അതിർത്തികളിൽ സംയുക്ത പരിശോധന. നാദാപുരം വളയം പോലീസ് സ്റ്റേഷനുകൾ അതിർത്തി പങ്കിടുന്ന ചെറ്റക്കണ്ടിപ്പാലം, ഉമ്മത്തൂർ, കായലോട്ട് താഴെ പെരിങ്ങത്തൂർ ഭാഗങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. CRPF, കേരള പോലീസ്, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ വിഭാഗങ്ങളാണ് പരിശോധനയിൽ പങ്കെടുക്കുന്നത്. പാനൂർ കുന്നോത്തുപറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആലപ്പുഴയിൽ വാഹനാപകടം. ക്ഷേത്ര ദർശനത്തിന് ബൈക്കിൽ പോയ അച്ഛനും മകനും ടോറസ് ഇടിച്ചു മരിച്ചു. മാതാവിന് ഗുരുതരമായി പരുക്കേറ്റു. പുറക്കാട് സ്വദേശി സുദേവ്, മകൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത്. ഭാര്യ വിനീതയെ ഗുരുതര പരുക്കുകളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ദേശീയപാതയിൽ പുറക്കാട് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പുന്നപ്ര സ്വദേശിയായ മത്സ്യവിൽപ്പനക്കാരനായ പ്രകാശന്റെ സൈക്കിളിൽ തട്ടി ബൈക്ക് റോഡിലേക്ക് വീണപ്പോൾ എതിരെ വന്ന ടോറസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. സുദേവ് അപകട സ്ഥലത്ത് വച്ചും ആദിദേവ് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. മൂവാറ്റുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് ചിറ്റൂർ സ്വദേശി ശ്രീമിത്രു ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. നഗരത്തിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയാണ് ശ്രീമിത്രു. ഇടുക്കി ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവകാല റെക്കോർഡിലാണ്. ഉണങ്ങിയ കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് 750 രൂപയും പച്ച കൊക്കോയ്ക്ക് 200 രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്ന വില. കുരുമുളകിനേക്കാൾ ഉയർന്ന വിലയാണ് ഉണക്ക കൊക്കോ പരിപ്പിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത് മെച്ചപ്പെട്ട വിലയാണ്. ഇടുക്കി ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു. പക്ഷെ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതി കർഷകരെ നിരാശരാക്കുന്നു. തുടർച്ചയായുണ്ടായ വിലയിടിവും രോഗബാധയും ഉൽപാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ ഹൈറേഞ്ചിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. മുൻപ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോയെങ്കിൽ ഉൽപാദനക്കുറവ് മൂലം കാര്യങ്ങൾ പാടെ മാറിമറിഞ്ഞു. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞു. ഇതാണ് കൊക്കോയുടെ ഉൽപാദനം കുറയാൻ പ്രധാന കാരണമായത്. ഉൽപാദനം മെച്ചപ്പെടുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില താഴേക്ക് പോകുകയാണ് പതിവെന്നും കർഷകർ പറയുന്നു. കൊക്കോയുടെ ഉൽപാദനത്തിന് വളരെ കുറവുള്ളതുകൊണ്ടാണ് ഡിസംബർ മാസത്തിലെ 250 രൂപ അടുത്ത് തന്നിരുന്ന കൊക്കോ വില ഇന്നിപ്പോൾ മാർക്കറ്റിൽ 800 രൂപയോളം കിട്ടത്തക്ക രീതിയിലേക്ക് ആയിട്ടുണ്ട്. കൊക്കോ മാർക്കറ്റ് 300-ൽ നിന്നും ഡിസംബർ
ലാസ്റ്റോടുകൂടി 3 മാസം കൊണ്ട് അതിൻ്റെ 800 രൂപ എത്തുകയും നേരത്തെ ഉള്ളതിലും 50% താഴെ മാത്രമേ കൊക്കോ ഉൽപ്പാദനം മറ്റു രാജ്യങ്ങളിലെല്ലാം ഉള്ളതുകൊണ്ടാണ് കൊക്കോയുടെ വില ഇതുപോലെ കൂടുന്നതെന്നാണ് കൂടുതലായി സംഭരിക്കുന്ന കൊക്കോ വ്യാപാരികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഉണങ്ങിയ കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് 750 രൂപയും പച്ച കൊക്കോയ്ക്ക് 200 രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്ന വില. നിലവിൽ കുരുമുളകിനേക്കാൾ ഉയർന്ന വിലയാണ് ഉണക്ക കൊക്കോ പരിപ്പിന് ലഭിക്കുന്നത്. ഉണക്ക കൊക്കോ പരിപ്പ് സംഭരിച്ചു വച്ചിരുന്ന കർഷകരൊക്കെ ഉൽപ്പന്നം വിറ്റഴിച്ചു കഴിഞ്ഞു. നിലവിൽ വിപണിയിലേക്ക് കൊക്കോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ തകർന്നടിച്ചു കിടക്കുന്ന കാരക്കുത്ത് കരുവാൻപടി റോഡിന്റെ നവീകരണം അന്തിമഘട്ടത്തിലാണ്. 850 മീറ്റർ റോഡ് 2,30,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. രണ്ടാംഘട്ട ടാറിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. 2,30,00,000 രൂപ ആണ് ഇതിനായി ചെലവഴിച്ചത്. കഴിഞ്ഞ നവംബറിലാണ് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയത്. വർഷങ്ങളായി അടച്ചുറപ്പില്ലാതെ ചോർന്നൊഴിക്കുന്ന ഷെഡിൽ കഴിഞ്ഞിരുന്ന മേരിക്കുട്ടിക്കും കൊച്ചുമോൾക്കും ഒടുവിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. മേരിക്കുട്ടിയുടെയും കൊച്ചുമകൾ ബിജിതയുടെയും ദുരിത ജീവിതം നേരിട്ട് മനസ്സിലാക്കിയ സാമൂഹിക പ്രവർത്തക ഡോക്ടർ MS സുനിലാണ് 3 മുറികളുള്ള വീട് നിർമ്മിച്ചു നൽകിയത്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ചോർന്നൊലിക്കുന്ന ഷെഡിലായിരുന്നു അടൂർ ആനന്ദപ്പള്ളി സ്വദേശി മേരിക്കുട്ടിയുടെയും കൊച്ചുമകൾ ബിജിതയുടെയും താമസം. കഴിഞ്ഞ 25 വർഷമായി അടച്ചുറപ്പുള്ള വീട് വേണമെന്നുള്ള ആഗ്രഹം മേരിക്കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീട് നിർമ്മാണത്തിന് തടസ്സമായി. ഇവരുടെ ദുരിത ജീവിതം നേരിട്ട് മനസ്സിലാക്കിയ സാമൂഹിക പ്രവർത്തക ഡോക്ടർ MS സുനിലാണ് വിദേശ മലയാളിയായ ജോബ് വർഗീസിന്റെയും ഭാര്യ സൂസി വർഗീസിന്റെയും സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. 3 മുറികളും ശുചിമുറിയും അടുക്കളയും അടങ്ങിയ ഇരുനില വീടാണ് നിർമ്മിച്ചു നൽകിയത്. വീട് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മേരിക്കുട്ടി. ഒത്തിരി സന്തോഷം. ടീച്ചറിന് എത്ര സ്തുതിച്ചാലും വരത്തില്ല. നിനക്കാത്തതുമായ ആഗ്രഹിക്കാത്തതിനപ്പുറമായിട്ട് കിട്ടി. വീടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. 2 നില വീട് ഇത്രയും വലിയ സൗകര്യങ്ങളോടെ കിട്ടി. ഭയങ്കര സ്വപ്നമായിരുന്നു വീടെന്നുള്ളത്. ഇപ്പം സന്തോഷമുണ്ട്. പുതിയ വീടിന്റെ താക്കോൽദാനം ഡോക്ടർ MS സുനിൽ നിർവഹിച്ചു. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കുടിലിൽ കിടക്കുമ്പോൾ നമുക്ക് എന്ത് ആണ് നമ്മുടെ മനസ്സിൽ കൂടെ ഒരു കാറ്റ് വരുമ്പോൾ, ഒരു മഴ വരുമ്പോൾ, ഒരു ഇടി വരുന്നുണ്ട സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റ് ഇഴജന്തുക്കളും ഒക്കെ കയറി വരുമോ എന്നുള്ള പേടിയോടുകൂടി എങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് 300 കുടുംബങ്ങൾ, 1000-ലധികം ആൾക്കാർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ സാധിച്ചതിൽ എന്താ തോന്നിയെന്ന് ചോദിച്ചാൽ സന്തോഷം തോന്നുന്നു. ഭവനരഹിതരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുനിൽ ടീച്ചറിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 300ാമത്തെ വീടാണ് മേരിക്കുട്ടിക്ക് നൽകിയത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി കുറ്റിയാർ വാലിയിൽ തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്ത ഭൂമിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ദേവികുളം ഗ്രാമപഞ്ചായത്ത്. റോഡും വഴിവിളക്കുകളും അടക്കം നിർമ്മിക്കണമെന്ന ആവശ്യം വർഷങ്ങളായിട്ടും അധികൃതർ നിറവേറ്റിയിട്ടില്ല. തോട്ടം മേഖലയിൽ ജോലി ചെയ്ത് വിരമിച്ചവർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇടുക്കി കുറ്റിയാർ വാലിയിൽ സർക്കാർ ഭൂമി അനുവദിച്ചത്. 2009-ൽ 770 പേർക്ക് ഭൂമി നൽകി. വീട് നിർമ്മാണത്തിനടക്കം പണം നൽകുകയും ചെയ്തു. നിരവധി പേർ കെട്ടിടം നിർമ്മിച്ച് താമസം തുടങ്ങിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. പലയിടങ്ങളിലും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അനുവദിച്ച ഫണ്ട് പോലും വിനിയോഗിച്ചില്ല. വന്യമൃഗശല്യം ഏറെയുള്ള മേഖലയായിട്ടും വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. ഭൂമി അനുവദിച്ച് 10 വർഷം പിന്നിടുമ്പോഴും LDFന്റെ നേതൃത്വത്തിലുള്ള ദേവികുളം പഞ്ചായത്ത് കാര്യക്ഷമമായി ഒന്നും ഈ മേഖലയ്ക്കായി ചെയ്തിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ദേവികുളം ഗ്രാമപഞ്ചായത്തിനെ ഭരിക്കുന്നത് LDF ആണ്. MLA അടക്കം അതുപോലെ ഗവൺമെൻറ് അടക്കം LDFന്റെ. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം LDF ആണ്. പക്ഷെ നാളിതുവരെയായിട്ടും അവിടെ ഇരിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയ യാതൊരു സൗകര്യങ്ങൾ ഇതുവരെയായിട്ട് ഈ ഗവൺമെൻറ് ഒതുക്കിയിട്ടില്ല. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഈ തൊഴിലാളികൾക്ക് ചേരേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ ഈ സർക്കാരും അതുപോലെ ദേവികുളം ഗ്രാമപഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പറടക്കം അവർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് വർഷങ്ങളായുള്ള തോട്ടം തൊഴിലാളികളുടെ ആവശ്യം പഞ്ചായത്ത് അവഗണിക്കുകയാണ്. പല വീടുകളിലും വാർദ്ധക്യം മൂലം അവശനിലയിലായ രോഗികളുണ്ട്. വന്യമൃഗശല്യം മൂലം രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയുമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഉൾപ്പെടെ നടപടി എത്രയും വേഗമുണ്ടാകണമെന്നാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് 18 ദേവികുളം.
കൊട്ടാരക്കര താമരക്കുടിയിൽ ഇരുവൃക്കകളും തകരാറിലായ മാർട്ടിൻ എന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി 15 ലക്ഷത്തോളം ചിലവ് വരുന്നതിനാൽ സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. കടുത്ത ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടപ്പോഴാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മാർട്ടിനെ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് നടത്തിയ ചികിത്സയിലാണ് ഇരുവൃക്കകളും തകരാറിലാണെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നടത്തിയതിനു ശേഷം വീട്ടിലെത്തിയെങ്കിലും വാസയോഗ്യമല്ലാത്ത സാഹചര്യത്താൽ അണുബാധയുണ്ടാവുകയും ചെയ്തു. രോഗം മൂർച്ഛിച്ചതോടെ തിരുവല്ല പുഷ്പഗിരിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ നിർദ്ദേശിക്കുകയുമായിരുന്നു. നാട്ടുകാരാണ് ഇപ്പൊ എന്നെ ഇത്രയെങ്കിലും ഇതാക്കിയത്. അവർ പിരിച്ചും അവരോരോന്നൊക്കെ തന്നതുകൊണ്ടാണ്. ഓരോ ഡയാലിസിസിന് പോകണമെങ്കിൽ തന്നെയും നല്ലൊരു തുക വേണം. എൻ്റെ ഗുളികയും മരുന്നിനും ആയാലും തന്നെ നല്ല പൈസ ആവുന്നുണ്ട്. റബ്ബർ ടാപ്പിംഗ് നടത്തിയായിരുന്നു മാർട്ടിൻ കുടുംബം പുലർത്തിയിരുന്നത്. രോഗബാധിതനായതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ചികിത്സയും മുടങ്ങി. നാട്ടുകാരുടെ സഹായത്തിലാണിപ്പോൾ കുടുംബം മുന്നോട്ടു പോകുന്നതെന്ന് മാർട്ടിന്റെ ഭാര്യ പറയുന്നു. സഹോദരി മുന്നോട്ട് വന്നിട്ട് എൻ്റെ ഞാൻ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പം കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ സർജറിക്കുള്ള പൈസയാണ് നമുക്ക് ഇല്ലാത്തത്. അതിന് നമ്മളിങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുക. എല്ലാവരും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നമുക്ക് ആ സർജറി ചെയ്യാൻ സാധാ ജീവിതത്തിലേക്ക് വരുന്ന ഡോക്ടറും പറഞ്ഞു. അപ്പം പിന്നെ എല്ലാവരോടും ഒന്ന് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. സഹോദരി വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടാൽ സർജറി മുടങ്ങിയിരിക്കുകയാണ്. സ്വയമേ തോന്നിയതാ. ആളേക്ക് 2 കിഡ്നി ഇല്ലാന്നറിയപ്പോൾ ഞങ്ങൾ മനം തകർന്നു പോയി. ഡയാലിസിസ് കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുക. അപ്പം സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി എൻ്റെ മനസ്സോട് 1 കിഡ്നി കൊടുക്കാൻ ഞാനും പറഞ്ഞു. അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. അതിനുവേണ്ടി പലവരായ നാട്ടുകാരും മറ്റെല്ലാ ചാറ്റുകളായാലും മറ്റെല്ലാവരും ആരെങ്കിലുമൊക്കെ ഞങ്ങൾ സാമ്പത്തികം സഹായിച്ച് ഞങ്ങളുടെ ആങ്ങളെ വീണ്ടും ഈ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരും. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി 15 ലക്ഷത്തോളം രൂപ ചെലവ് വരും. സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി ചെങ്കുളം ബോട്ടിംഗ് സെന്ററിന് സമീപം പണി കഴിപ്പിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം. പദ്ധതിയുടെ ഭാഗമായി കെട്ടിടവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നത്. ദിവസവും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കോഴിക്കോട് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെ വഴിപാടായി നടത്തിവരുന്ന കഞ്ഞിപ്പാർച്ചയ്ക്ക് തുടക്കമായി. 14 ദിവസങ്ങളിലായി നടക്കുന്ന കഞ്ഞിപ്പാർച്ചയിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. കൃഷി മാത്രം ഉപജീവന മാർഗമായിരുന്ന കാലത്ത് വേനൽ കടുത്താൽ മഴ പെയ്യാൻ വേണ്ടിയുള്ള വഴിപാടായാണ് കഞ്ഞിപ്പാർച്ച നടത്തി വന്നിരുന്നു എന്നതാണ് ഐതിഹ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 100% നികുതി പിരിവ് പൂർത്തിയാക്കി ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്ത്. ജില്ലയിൽ ഏറ്റവും അധികം നികുതി പിരിച്ചതും ഏറ്റവും ആദ്യം നികുതി പിരിവ് പൂർത്തിയാക്കിയതും പള്ളിവാസൽ പഞ്ചായത്താണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് വസ്തുനികുതി ഇനത്തിൽ മാത്രം 1.48 കോടി രൂപയാണ് പിരിച്ചത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പേപ്പർ രസീതുകളിൽ എഴുതി നികുതി പണം വാങ്ങുന്നത് ഒഴിവാക്കി മുഴുവൻ ജീവനക്കാരുടെയും സേവനം ഉപയോഗിച്ച് പൂർണ്ണമായി കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകൾ നൽകി ഭൂരിഭാഗം പണവും ഓൺലൈനായി വാങ്ങിയാണ് 100% നികുതികളും പിരിച്ചെടുക്കാൻ കഴിഞ്ഞതെന്ന് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ, സെക്രട്ടറി CA നിസാർ എന്നിവർ പറഞ്ഞു. ഇടവേള. തെരഞ്ഞെടുപ്പ് കാലത്തൊരു പ്രശ്നമുണ്ടാകും. തെരഞ്ഞെടുപ്പ് ചൂട്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. രാഹുൽ ഗാന്ധിക്കായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. അങ്കമാലി സ്വദേശിനി ശോഭന രാമകൃഷ്ണനാണ് ആനയൂട്ട് നടത്തിയത്. ദേവസ്വത്തിന്റെ ആനത്താവളത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. രാഹുൽ ഗാന്ധി MP വയനാട് എന്ന പേരിലാണ് വഴിപാട് നടത്തിയത്. ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ CS സൂരജ് അടക്കമുള്ളവർ പങ്കെടുത്തു. ഗുരുവായൂരപ്പൻ്റെ ഒരു വലിയ ഭക്തിയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായി ഒരുപാട് കേസുകൾ വന്നു.
ഇദ്ദേഹം ഇങ്ങനെ കേസിൻ്റെ പത്മവിവർത്തി കുടുങ്ങിയെന്ന് നമ്മളെ കൃഷി വേണുഗോപാലിനെ പോലുള്ള ആളുകൾ പറഞ്ഞപ്പോൾ അപ്പോൾ പത്മവ്യൂഹം വേദിക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കഴിയുള്ളൂ. അങ്ങനെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആനയൂട്ട് നടത്താൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം പെട്ടെന്ന് വരാൻ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ദേശത്തിൻ്റെ ഡേറ്റ് കിട്ടി കഴിഞ്ഞ മുന്നത്താഴ്ച വന്ന് ഡേറ്റ് കിട്ടിയത് ഈ ദിവസമാണ്. അപ്പോൾ ഈ ദിവസം നടത്തി ആനയൂട്ട് നടത്താൻ കഴിഞ്ഞു. അതിൽ ഭഗവാനോട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത്. ടസ്കർ ഷീൽഡ് ഫുട്ബോൾ മത്സരം ഈ മാസം 12-ന് മൂന്നാറിൽ നടക്കും. IM വിജയൻ മുഖ്യാതിഥിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥമുള്ള സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോസ്. വിവിധ ബോധവൽക്കരണ പരിപാടികൾ സ്വീപ് ആഭിമുഖ്യത്തിൽ നടന്നു വരികയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുവാനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും വേണ്ടി വിവിധ പരിപാടികൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 12/4/24 വൈകുന്നേരം 4 മണിക്ക് മൂന്നാർ ഗ്രൗണ്ടിൽ വെച്ച് ടാറ്റ കമ്പനിയുടെ ഗ്രൗണ്ടിൽ വെച്ച് ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തപ്പെടുകയാണ്. ടസ്കർ ഷീൽഡ് എന്ന ഈ മത്സരത്തിൽ കേരള പോലീസിൻ്റെ ജില്ലാ ടീമും അതുപോലെ കണ്ണൻ ദേവൻ കമ്പനിയും ആണ് മത്സരിക്കുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സേനാപതി മണ്ഡലം കൺവെൻഷനും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും റോഡ് ഷോയും നടന്നു. സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് ബൂത്ത് തല കൺവെൻഷനുകൾക്കും തുടക്കമായി. DMK-യുടെ പിന്തുണ സംബന്ധിച്ച് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ നീക്കം. DMK-യുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കോൺഗ്രസ് നേതൃത്വം തമിഴ്നാട് PCC-യുമായി ചർച്ച നടത്തി. DMK ഇടുക്കി ജില്ലാ ഘടകം LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നത്. പൂപ്പാറയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു LDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനമായത്. തുടർന്ന് പ്രാദേശിക നേതൃത്വവുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ചർച്ച നടത്തി. എന്നാൽ പിന്തുണ LDF-നെന്ന് അറിയിച്ചതോടെയാണ് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും UDF അനുകൂല കാഴ്ചകളാണുള്ളതെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ. കേരളത്തിൽ UDF 20 സീറ്റും ജയിക്കുമെന്നും മറിയ ന്യൂസ് 18നോട് പറഞ്ഞു. കോട്ടയം നഗരത്തിൽ കടകൾ കയറിയുള്ള പ്രചരണത്തിന് ഇറങ്ങിയതായിരുന്നു മറിയ. എന്തായാലും കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിശക്തമായി തുടരുകയാണ്. എനിക്കൊപ്പമുള്ളത് മറിയ ഉമ്മനാണ്, ഉമ്മൻചാണ്ടിയുടെ മകൾ. ഇത്തവണ കൂടുതൽ കാര്യക്ഷമമായി ഒന്ന് ഇറങ്ങുകയാണ് അല്ലേ? അതെ, ഇപ്പോഴത്തെ ഒരു പ്രത്യേകതരമായ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും എല്ലാവരുടെയും ആവശ്യമാണല്ലോ ഈ ഇലക്ഷനിൽ UDF ജയിക്കേണ്ടതും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതും. അതുകൊണ്ട് എല്ലാവരും വളരെ കാര്യക്ഷമമായ സ്കീമുകളിൽ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് വർക്കിന് ഇറങ്ങാനായിട്ട്. ഈ ഇടുക്കിയിലൊക്കെ പോയി സാധാരണ പുതുപ്പള്ളി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയൊക്കെ വോട്ടിന് പിടിച്ച് നടക്കാറുണ്ട്. ഇപ്പോൾ മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താ? അല്ല, ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇറങ്ങിയത്. ഇടുക്കിയും പത്തനംതിട്ടയും ഒന്ന് ടച്ച് ചെയ്തു. ഇന്നും ഉണ്ട് എക്സ്പീരിയൻസ്. വളരെ പോസിറ്റീവ്. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ പോയത് വെച്ചിട്ട് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ ഒരു ഇലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും അതുള്ളത് കൊണ്ട് എല്ലാവരും വളരെ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ജനങ്ങൾ എന്താ പറയുന്നത്? ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ എന്നുള്ള നിലയിൽ പുറത്തുള്ള പ്രവർത്തനത്തിൽ അത്ര അധികം സജീവമല്ലായിരുന്നല്ലോ. മറ്റ് ജില്ലകളിലൊക്കെ ഇപ്പം ഇടുക്കിക്കാരൊക്കെ എന്നാ പറയുന്നത്? അവിടുത്തെ വളരെയേറെ സ്വീകാര്യത. പണ്ടും പറഞ്ഞതുപോലെ സത്യം പറഞ്ഞ മറിയാവുമ്മനെ അല്ലല്ലോ അവരവിടെ കാണുന്നത്, അപ്പ ചെല്ലുന്നത് പോലെയാണ് അവർക്ക്. അപ്പം അപ്പയ്ക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ് നമുക്കൊരിക്കലും മറിയാവുമ്മനായിട്ട് ചെല്ലുന്നതിനല്ല. ഉമ്മൻചാണ്ടി ഈ ഇല്ലാത്ത ഒരു ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിയുടെ മക്കൾ ചെല്ലുമ്പോൾ അവർ അതേ സ്നേഹമാണ് നമുക്ക് നൽകുന്നത്. തവണ അമ്മ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഭയങ്കര തീപ്പൊരി പ്രസംഗം, ഗംഭീര പ്രസംഗമൊക്കെ പലയിടത്തും നടക്കുന്നതും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അമ്മ എന്താ പറയുന്നത്? അമ്മയ്ക്കും അപ്പയില്ലാത്ത ഈ സാഹചര്യത്തിൽ ഈ അമ്മയുടെ ഈ മാനസികമായി അമ്മയ്ക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടുണ്ട്. ഇലക്ഷൻ ടൈമൊക്കെ ആയപ്പോൾ മറ്റേത് ഇലക്ഷൻ ആകുമ്പോൾ എപ്പോഴും വീട്ടിൽ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു ടോട്ടലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. അപ്പം അപ്പയുടെ ജീവനും ശ്വാസവും കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അപ്പം ഈ ഇലക്ഷന് അപ്പയ്ക്ക് അതിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടായിരിക്കും. അപ്പം അമ്മ 46 വർഷം ഇരുന്നിട്ടും
അപ്പയുടെ കൂടെ അങ്ങനെ ഇലക്ഷൻ പ്രവർത്തനത്തിന് പോവുകയോ ചാണ്ടിയുടെ ഇലക്ഷന് പോലും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ അപ്പ ഇല്ലാത്ത സാഹചര്യവും പിന്നെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതരമായ സാഹചര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഇലക്ഷൻ ഇറങ്ങിയിരിക്കുന്നത്. എത്ര സീറ്റ് കിട്ടും? മറിയ എന്താ വിലയിരുത്തുന്നത്? അങ്ങനെയൊക്കെ നോക്കുന്നു. 20-20 കിട്ടും. ശ്രീജിത്തിന് തോന്നില്ലേ? എന്തായാലും മറിയ ഉമ്മൻ ഒരു രാഷ്ട്രീയക്കാരെ കൃത്യമായി തന്നെ UDF നിലപാട് കൂടി പറയുകയാണ്. 20-20 സീറ്റും എന്നാണ് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. ഭാരതപ്പുഴയിലെ തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മിക്കുന്നത്. കുടിവെള്ളക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും പരിഹാരം കാണുകയാണ് ലക്ഷ്യം. നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് കീഴായൂർ നമ്പ്രത്തെയും തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്ടിരിയും ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം. 325 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയിൽ 28 ഷട്ടറുകൾ ഉണ്ടാകും. ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനുമാകും. പദ്ധതിക്ക് 35.5 കോടി രൂപയുടെ അനുമതി ലഭിച്ചു. ഇരുഭാഗത്തും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്ന അന്തിമഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അടുത്ത വേനലാകുമ്പോഴേക്കും തടയണയിൽ ജലസംഭരണം സാധ്യമാകും. തടയണ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കീഴായൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, തൃത്താല പഞ്ചായത്തിലെയും ഞാങ്ങാട്ടിരിയിലെയും തിരുമിറ്റക്കോടിലെയും 947 ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം ഉറപ്പുവരുത്താനാകും. പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും തടയണ ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. 고부는들은